ഇന്ത്യയിൽ ഏറെ വർഷമായി മിഡിൽ വെയ്റ്റ് മോട്ടോർ സൈക്കിൾ വിഭാഗം അടക്കി വാഴുകയാണ് റോയൽ എൻഫീൽഡ്. വിഖ്യാത നിർമ്മാതാക്കളുമായി മുട്ടി നിൽക്കാൻ സാധിക്കാതെ രാജ്യം വിടാൻ വരെ ഒരുങ്ങിയ പല വൈദേശിക ഭീമന്മാരും പുത്തൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ വർഷം കൂടിയായിരുന്നു കടന്നുപോയത്. ബ്രിട്ടനിൽ നിന്നുള്ള ട്രയംഫും അമേരിക്കയിൽ നിന്നുള്ള ഹാർലിയും ഇന്ത്യൻ കമ്പനികളുമായി കൈകോർത്ത് താങ്ങാവുന്ന വിലയിൽ പുത്തൻ മോഡലുകൾ കഴിഞ്ഞ വർഷം വിപണിയിൽ എത്തിക്കുകയുണ്ടായി. ഈ മോഡലുകളുടെ വരവൊന്നും എൻഫീൽഡിനെ ഒരു തരി പോലും ബാധിച്ചില്ല എന്നുള്ളതാണ് പറയേണ്ടത്. റോയൽ എൻഫീൽഡ് നിരവധി മോഡലുകൾ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും 300-500 വിഭാഗത്തിലാണ്. 2023 ഡിസംബറിലെ കണക്കനുസരിച്ച് 300 മുതൽ 500 cc വരെയുള്ള ബൈക്കുകളിൽ ഏറ്റവും ഉയർന്ന വിൽപ്പനയുള്ള ആദ്യ 10 മോഡലുകളുടെ പട്ടികയിൽ ആദ്യ 5 സ്ഥാനത്തും റോയൽ എൻഫീൽഡ് ബൈക്കുകളാണ്. ക്ലാസിക് 350 ആണ് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബൈക്ക്. ഇവരുടെ മൊത്തത്തിലുള്ള വിൽപ്പനയിൽ ഈ ബൈക്ക് വളരെയധികം സംഭാവന നൽകുന്നുണ്ട്. 300 cc മുതൽ 500 cc സെഗ്മെൻറ്റിലെ ഏറ്റവും വിജയകരമായ ബൈക്കാണ് ക്ലാസിക് 350. തലമുറകളുടെ തന്നെ വികാരമായ 350 2023 ഡിസംബറിൽ 21,234 യൂണിറ്റ് വിൽപ്പന നേടി. 2022 ഡിസംബറിലെ വിൽപ്പനയെ അപേക്ഷിച്ച് ഇത് 2.67% വളർച്ച നേടി. അതേസമയം 2023 നവംബർ മാസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിൽപ്പനയിൽ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. 2023 നവംബറിൽ ക്ലാസിക് 350 ബൈക്കിൻ്റെ 30,267 യൂണിറ്റുകളായിരുന്നു വിറ്റിരുന്നത്. ടോപ്പ് 10 പട്ടികയിൽ ബുള്ളറ്റ് 350 ആണ് ക്ലാസിക്കിന് തൊട്ടു പിന്നിലുള്ളത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ബുള്ളറ്റ് 350യുടെ 12,607 യൂണിറ്റ് വിറ്റഴിച്ചു. 3.36% വളർച്ച. 2023 നവംബർ മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ ബുള്ളറ്റിൻ്റെ 17,450 യൂണിറ്റിൽ 4,843 യൂണിറ്റിൻ്റെ ഇടിവുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള മോഡൽ ഹണ്ടർ 350ക്ക് പോയ മാസം വിൽപ്പനയിൽ ഇടിവ് രേഖപ്പെടുത്തി. 2022 ഡിസംബറിൽ 17,261 യൂണിറ്റ് വിറ്റുപോയിരുന്ന ഹണ്ടറിൻ്റെ 11,705 യൂണിറ്റുകൾ മാത്രമാണ് 2023 ഡിസംബറിൽ വിറ്റഴിക്കാനായത്. 32.19% ഇടിവ് വന്നിരിക്കുന്നത്. മീറ്റിയോർ 350, ഹിമാലയൻ എന്നിവയാണ് 4-5 സ്ഥാനത്തെത്തിയത്. ഇവ യഥാക്രമം 6,071 3,406 യൂണിറ്റുകളും വിൽപ്പന നേടി. മുൻവർഷത്തെ ഇതേ കാലയളവുമായി തട്ടിച്ചു നോക്കിയാൽ ഹിമാലയൻ 50.91% വളർച്ച കൈവരിച്ചു. മാത്രമല്ല പുതിയ ഹിമാലയൻ 450 മോഡലിൻ്റെ വരവും ഗുണകരമായിട്ടുണ്ട്. ഈ വിഭാഗത്തിൻ്റെ ഗണ്യമായ 17.80% വിഹിതം പിടിച്ചെടുത്തുകൊണ്ടാണ് ബ്രാൻഡ് വിപണിയിൽ ഒരു പ്രധാന പ്ലേസ് തന്നെ നിലനിർത്തി. എൻഫീൽഡ് മോഡലുകളുടെ പിന്നിലെത്തിയത് ജാവ എഡ്സി ബൈക്കുകളാണ്. പോയ മാസം 2,481 യൂണിറ്റുകളാണ് ഇവർ റീറ്റെയിൽ ചെയ്തത്. ട്രയംഫ് 400, ഹാർലി ഡേവിഡ്സൺ X440 എന്നിവയും ശക്തമായ പ്രകടനം നടത്തി. ട്രയംഫ് 2023 ഡിസംബറിൽ 2,273 യൂണിറ്റുകൾ വിറ്റ് 3.46% വിഹിതം നേടി. 2,189 യൂണിറ്റ് വിറ്റ് ഹാർലി 3.33% വിഹിതം നേടി. CB350, CB300 ഇവ യഥാക്രമം 1956 407 യൂണിറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് ഹോണ്ട ശ്രദ്ധേയമായ വിൽപ്പനയും നേടി. ഡിസംബറിൽ KTM ഡ്യൂക്ക് 350യുടെ 582 യൂണിറ്റുകൾ വിറ്റഴിച്ച് ഇരട്ടിയിലേറെ വളർച്ച നേടി. TVS അപ്പാച്ചെ 310, ബജാജ് ഡൊമിനർ 400 എന്നിവ വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്തുകയുണ്ടായി. നവംബർ മാസത്തെ അപേക്ഷിച്ച് ഒട്ടുമിക്ക മോഡലുകൾക്കും വിൽപ്പനയിൽ ഇടിവാണ്. ഇവയിൽ ഹിമാലയനും ഹാർലി ഡേവിഡ്സൺ X440യും ഹോണ്ട CB300ഉം മാത്രമാണ് വളർച്ച നേടിയത്. അതേസമയം കവാസാക്കിയുടെ നിഞ്ച 300, 400 മോഡലുകൾക്ക് ഡിസംബറിൽ തിരിച്ചടി നേരിട്ടു. ഈ മോഡലുകൾക്ക് യഥാക്രമം 51,014 യൂണിറ്റുകൾ മാത്രമാണ് വിൽക്കാനായത്. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.